വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്. സച്ചിദാനന്ദ മാഷിൻ്റെ പ്രസ്താവന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എനിക്ക് അടിവരയിടാൻ തോന്നിയ ഒരു വാചകം ഇതാണ്: വീണ്ടും വീണ്ടും ഭരണത്തിൽ വരുന്ന സമയത്ത് അധികാരം ദുരാധികാരമായി മാറും. അത് സഹിക്കേണ്ടി വരുന്നത് സമൂഹമാണ്, ജനങ്ങളാണ്. അങ്ങനെ അത് സഹിക്കേണ്ടതുണ്ടോ ജനങ്ങൾ എന്നുള്ള ചോദ്യമാണ് മാഷ് ഉന്നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ടാണ്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയുള്ള വളരെ സൃഷ്ടിപരമായിട്ടുള്ളൊരു വിമർശനമായിട്ട് എനിക്കതിനെ തോന്നുന്നു. സച്ചിദാനന്ദ മാഷ് എൻ്റെ ഗുരുവാണ്, എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. മാഷ് ആദ്യത്തെ സ്റ്റുഡൻസിൽ ഒരാളാണ് ഞാൻ. ഇന്നും വ്യക്തിപരമായ ബന്ധം നന്നായി സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യ കവയത്രി എന്നുള്ള നിലയ്ക്കും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പോഴും മാഷെ എനിക്ക് ബഹുമാനമുണ്ട്. ചിലപ്പോൾ മാഷോട് വിയോജിപ്പുണ്ടാവാം, അത് വേറെ പ്രശ്നം. അതെ, ചില സമയത്ത് മാഷെ നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ടാവും, അത് പോട്ടെ. പക്ഷേ ഞാനൊരു ഗുരുസ്ഥാനം എന്നെ കണ്ടിട്ടാണ് മാഷെ കാണുന്നത് എന്നും. അർത്ഥത്തിൽ മാഷിപ്പ പറഞ്ഞ ഈ കമന്റ്, അതിന്റെ ഫുൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ദുരധികാരം എന്നുള്ളതൊന്ന്, ദുരാധികാരമാവുക, അതിന്റെ കൂടെ തന്നെ ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധമില്ലാത്ത ആളുകൾ ഇങ്ങനെ കൂടുതൽ ഇതിലേക്ക് വരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രകടമായ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ ഇന്നത് കാണുന്നത്. കാരണം ഓരോ 5 വർഷവും മാറി മാറി ഭരണം വരിക എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പുഷ്കലതയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊന്നുമല്ല, ഇവരുടെ 5 വർഷം തെറ്റ് അവർ മറ്റു പറയാൻ വേറൊരു കൂട്ടർ, അവരുടെ തെറ്റ് പറയാൻ മറ്റൊരു കൂട്ടർ. അങ്ങനെ കേരളം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഏതാണ്ട് ഒരേപോലെയാണ്. 21 അത് മാറുന്നത്. 1980 മുതൽ ഇങ്ങനെ തന്നെയാണ് ഈ LDF UDF വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. 21 ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോകണില്ല. ഇപ്പോൾ അവിടെ പ്രശ്നം എന്താ? 2-3 കാര്യങ്ങളുണ്ട്. തുടർഭരണം എന്ന് പറഞ്ഞ ഒരു ഫിലോസഫി നമ്മൾ തുടരും എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരേണ്ടത് 6-7 വർഷം തുടർന്ന് ബംഗാളിലെ സ്ഥിതി എന്താണെന്നുള്ളത്, ത്രിപുരയിലെ സ്ഥിതി എന്താണെന്നുള്ളത്. 6-7 വട്ടം തുടർന്നു. അവിടെ 77 മുതൽ 2011 വരെ അവിടെ നിന്നു, അവിടെ ഭരണം നിന്നു. 2011 മമതാ ബാനർജി വരുന്നത്. എന്ന് പറഞ്ഞാൽ 7 വർഷം തുടർന്ന ബംഗാളിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇങ്ങനെ ഉണ്ടായത്? അപ്പം അതിന് നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, 2006 മുതൽ 2011 വരെയുള്ള കാലത്ത് കേരളത്തിലും അവിടെ ഇടതുപക്ഷമാണ്. അവിടെ 2011 അവിടെ ആ ഗവൺമെന്റ് നന്ദിഗ്രാമും സിംഗൂരും സംഗതികൾ നിരവധിയാണ്. അതൊക്കെ ഇവിടെ പറയുന്ന കാലത്ത് ഇവിടുത്തെ ഇടതുപക്ഷം നമ്മളോട് പറഞ്ഞിരുന്നത്, നമ്മൾ ആ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിജീവി പ്രശ്നമാണ്, ബംഗാളിലെ യാഥാർത്ഥ്യം അതല്ല. ഈ നന്ദിഗ്രാമം സിംഗൂരും ഒന്നും അവിടുത്തെ ജനങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. മഹശ്വേതാദേവിയെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് എഴുത്തുകാർ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. മഹശ്വേതാദേവിയാണ് ഏറ്റവും ശക്തമായി പ്രകടമായി പറഞ്ഞത്, നമുക്ക് ഓർമ്മയുണ്ടാവും. അവരിവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്, ബംഗാളിൽ മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്. മഹശ്വേതാദേവി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ മഹശ്വേതാദേവി അന്ന് പറഞ്ഞ കാര്യം പുച്ഛിച്ച് തള്ളിയവരാണ് അവിടുത്തെ ഇടതുപക്ഷവും, അതിനെ പിന്തുണച്ചവരാണ് ഇവിടുത്തെ ഇടതുപക്ഷം. അതൊരു കാര്യം. അപ്പോൾ മഹശ്വേതാദേവി എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ ജനങ്ങളുടെ വികാരം കണ്ടിട്ടാണ്. നന്ദിഗ്രാമിൽ പോയിട്ടുണ്ട്, സിംഗൂരിൽ പോയിട്ടുണ്ട്, ആദിവാസി മേഖലകളിൽ പോയിട്ടുണ്ട്. അവർ അങ്ങനെയുള്ളൊരു എഴുത്തുകാരിയാണല്ലോ. അപ്പോൾ അവരാ പറയുമ്പോൾ അതിനെ പോസിറ്റീവായി എടുക്കുകയല്ല ചെയ്തത്, അതിനെ ഡിഫെൻഡ് ചെയ്തത്. അതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ട് അവിടെ ഭരണാധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ന് വരെ പിന്നെ അവിടെ ഒരു MLA ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു MLA, 290 മെമ്പർമാരിൽ ഒരു MLA ഇല്ല. അത് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അതിൽ നിന്നൊരു പാഠം ഇടതുപക്ഷം പഠിക്കണം എന്നാണ് സച്ചിദാനന്ദൻ്റെ മെസ്സേജിൻ്റെ കാര്യം. തുടരെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പുതിയ ആളുകൾ വരുന്നു, പഴയ ആളുകളൊക്കെ മറന്നു പോകുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഭാഷ, അവരുടെ പ്രസംഗ ഭാഷ, നമ്മൾ കേട്ട ചാനലിലെ ഭാഷ, ഈ ഭാഷ കേട്ടാൽ ഈ ഒരു ദുരധികാരത്തിൻ്റെ സ്വരം അതിൽ പലർക്കും ഉണ്ട്. ഞാനത് കാണുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ വിമർശനം ഒരു കാലത്തും അംഗീകരിക്കില്ല, അതില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല, ഞങ്ങൾക്ക് തെറ്റേയില്ല എന്ന് പറയുന്ന ആ ദുരധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് ജനാധിപത്യത്തിന് യോജിച്ചൊരു സാധനമല്ല. എത്ര മഹാനായാലും മഹതിയായാലും വിമർശനത്തിനെ നേരിടുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഒരാൾ പറഞ്ഞാൽ പോലും ആ വിമർശനത്തിനെ അംഗീകരിക്കണം, അയാളുടെ കൂടെ ജനമുണ്ടോ. രണ്ടാമത്തെ കാര്യം, ഇവിടെ സച്ചിദാനന്ദനെ ആദ്യമായിട്ടല്ല അത് പറയണം. ഇതിനു മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കേരളയിലുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി, ഞങ്ങളൊക്കെ പോയി കണ്ടിരുന്നു, അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി അത് സംബന്ധിച്ച് നിലപാടെടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് കേരളത്തിന് യോജിച്ചതല്ല, എനിക്ക് ഒരു ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയേ അല്ല.
രണ്ടാമത് ആശാസമരം വന്നപ്പോൾ അദ്ദേഹം ഇതേ നിലപാടെടുത്തു. അതിനിടയ്ക്കാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഈ തുടർച്ചയായി ഈ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവും എന്ന ഭയം അദ്ദേഹം അന്ന് പറഞ്ഞു. അത് പിന്നെ പുറത്തിരുത്തിയത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചു, പാർട്ടി വ്യാഖ്യാനിച്ചു. അദ്ദേഹം പിന്നെ അതിന് പോയില്ല. അപ്പോൾ ഈ ആശാസമരമായാലും കേരളയിലായാലും ഈ ഗവൺമെൻറ്റിനെതിരായി ശക്തമായി വികാരം ഉയർന്നു വന്ന 2 സന്ദർഭങ്ങളാണ് ഞാൻ അതിൽ സൂചിപ്പിച്ചത്. ഈ 2 സന്ദർഭങ്ങളും ഒരു ഇടതുപക്ഷ സർക്കാർ നേരിടേണ്ട രീതിയിലല്ല അതിനെ നേരിട്ടത്, ഒരു സമരത്തെ നേരിട്ടതുമല്ല. കേരളയിൽ വിഷയത്തിലും അങ്ങനെയല്ല നേരിട്ട് നിർബന്ധമായി വീട്ടിൽ കൊണ്ടുപോയി കുറ്റിയടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പറഞ്ഞതുപോലെ അഴിമതിയെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയെ സംബന്ധിച്ച് ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഇതിനോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് NS മാധവൻ. NS മാധവൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. NS മാധവനൊക്കെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സെക്യുലർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. സച്ചിദാനന്ദൻ അതുപോലെയുള്ളതാണ്. KGS-ഉം കൽപ്പറ്റ നാരായണനും MN കാരശ്ശേരിക്ക് കുറെ കാലമായി പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ. ഞാൻ പറഞ്ഞ ആ ഒരു ഇതിലിപ്പോൾ സാറ ടീച്ചറും വളരെ കൃത്യമായി, എനിക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സാറ ടീച്ചർ കൃത്യമായി UDF അല്ലെങ്കിൽ LDF-നെതിരായ നിലപാടെടുത്തില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, തൃശ്ശൂർ യോഗം നടക്കുമ്പോൾ അവർ പറഞ്ഞു BJP-യെ തോൽപ്പിക്കണം എന്നേ ഉള്ളൂ, അതിൽ ഇടത് ജയിക്കണോ വലത് ജയിക്കണോ എന്ന് എനിക്കില്ല, പക്ഷേ BJP തോൽക്കണം. ഇവിടെ സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, BJP ജയിക്കുമെന്നുള്ള സ്ഥലത്ത് LDF UDF ചേർന്ന് BJP തോൽപ്പിക്കാൻ പോകണം. പക്ഷേ നിർഭാഗ്യവശാൽ അതല്ല ഇടതുപക്ഷത്തിൻ്റെ സമീപനം എന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണാം. അവരുടെ ഭാഷയിൽ വ്യത്യാസം വരുന്നു, ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു തരത്തിലുള്ള ഒരു ലൈൻ വരുന്നു, ഇപ്പുറത്ത് ഒരു ഹിന്ദുത്വ പ്രീണന ലൈൻ വരുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൂടെ നിർത്തി കൊണ്ടുപോകുന്നു. സജി ചെറിയാനെ പോലെ AK ബാലനെ പോലെയുള്ള ആളുകളുടെ പ്രസ്താവനകൾ പിന്നെ തിരുത്തിയെന്നോ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രസ്താവന നിങ്ങൾ വിട്ടാൽ പിന്നെ അത് കൈവിട്ട അമ്പാണ്, വാവിട്ട വാക്കാണ്. പിന്നെ അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നിങ്ങൾ തിരുത്തിയോണ്ടൊന്നും മാറാമുള്ള. ഒരുപക്ഷെ രേഖയിൽ തിരുത്താം, പക്ഷേ ഇമ്പാക്റ്റിൽ തിരുത്താൻ പറ്റില്ല. ഇതൊക്കെയാണ് സച്ചിദാനന്ദനെ പ്രകോപിപ്പിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് ഞാൻ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയണം. അശോകൻ ചെരുവിലിൻ്റെ ഒരു മറുപടി ഞാൻ കണ്ടു, എനിക്ക് വളരെ രസകരമായി തോന്നി. ഇദ്ദേഹം പ്രസിഡന്റും സച്ചിദാനന്ദ മാഷ് പ്രസിഡന്റും അശോകൻ ചെരുവിൽ വൈസ് പ്രസിഡന്റാണ്. അശോകൻ ചെരുവിൽ പറഞ്ഞു ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, സച്ചിദാനന്ദൻ മാഷും സാറ ടീച്ചറും KGS-ഉം ഒക്കെ മധ്യവർഗത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് മധ്യവർഗത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഭിപ്രായങ്ങൾ വരും. അതിങ്ങനെ ഒരു വേരിയേഷനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരശ്ശേരി മാഷ് പിന്നെ കോൺഗ്രസ് ആണ്, അത് പോട്ടെ, ഞാൻ അതിനെപ്പറ്റി പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എക്സെപ്ഷനാണ്. അതുകൊണ്ട് ഇവരുടെ അഭിപ്രായത്തിന് അങ്ങനെയുള്ള ഒരു ഗൗരവം ഇല്ല എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ട് മനസ്സിലായത്. ഇത് വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരുപക്ഷെ പിണറായി വിജയന് സച്ചിദാനന്ദനെ മനസ്സിലാവില്ല, MV ഗോവിന്ദന് മനസ്സിലാവില്ല, അശോകൻ ചെരുവിലിന് മനസ്സിലാവേണ്ടതാണ് അല്ലേ? അശോകൻ ചെരുവിലിനെങ്കിലും മനസ്സിലാവണ്ടേ സച്ചിദാനന്ദന്റെ കൂടെ ഇത്രയും? അല്ല, ഗോവിന്ദ മാസ്റ്റർ പക്ഷേ അങ്ങനെയല്ല. ഗോവിന്ദ മാഷ് കുറേ കൂടി പോസിറ്റീവായിട്ടാണ്, കുറച്ച് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാരണം ഗോവിന്ദ മാഷ് പറഞ്ഞു അവരുടെ വിമർശനമുണ്ട്, അതെനിക്ക് നല്ല ടേക്കാണ്. ഗോവിന്ദ മാഷ് എടുത്ത സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു, ഗോവിന്ദ മാഷക്ക് മനസ്സിലായില്ലെങ്കിലും ആദ്യം മനസ്സിലാവേണ്ടത് അശോകൻ ചെരുവിലിനാണ്. അപ്പൊ അശോകൻ ചെരുവിൽ വരുന്നു, അവർ നല്ല സാഹിത്യകാരന്മാരാണ്, പക്ഷെ അഭിപ്രായത്തിന് ഞാൻ ഇതിൻ്റെ അകത്ത് എപ്പോഴും കാണുന്നത് ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ തന്നെ ഒരു ക്രിട്ടിക്കൽ ലെഫ്റ്റ് വേണം. അത് ചിലപ്പോൾ അകത്ത് നിർത്താൻ അവർക്ക് പറ്റുമെങ്കിൽ അകത്ത് നിർത്തട്ടെ, പുറത്തെങ്കിലും അനുവദിക്കണമല്ലേ? അല്ല, അത് മാത്രമല്ല, അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, ഞാനും പറയും ലെഫ്റ്റിനല്ല നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഈ മാർക്സിസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാർക്സിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ പ്രോബ്ലമാണ് ശരിക്കും പറഞ്ഞാൽ ക്രിറ്റിസിസം എന്നോ. ക്രിറ്റിസിസം, സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയാതെ മാർക്സിസത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിമർശനത്തെ തള്ളുന്നത് എന്തിന്? അശോകൻ ചെരുവിൽ എന്തിനാ അങ്ങനെ പോകുന്നു? അല്ല, അതെ, അശോകൻ ചെരുവിൽ പോകുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനം എനിക്കറിയില്ല. ഞാൻ അശോകൻ എൻ്റെ വളരെ സുഹൃത്താണ്, ഞങ്ങൾ ചെറുപ്പകാലം മുതലുള്ള ഫ്രണ്ട്സാണ്. അതുകൊണ്ടല്ല, ഞാൻ വ്യക്തിപരമായിട്ടല്ല അത് കാണുന്നത്. അല്ല, വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ഇത് നിലപാടാണ്. ആ നിലപാട് എന്ന നിലയ്ക്ക് അശോകൻ ചെരുവിൽ ഇങ്ങനെ പറയുമ്പോൾ ഇത് ഇവിടുത്തെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു എന്താ പറയുക ഇന്റലക്ച്വൽ മാർക്സിസ്റ്റ് നമ്മൾ പറയാവുന്ന അവരതിനെ സ്വീകരിക്കുന്നില്ല. ഈ സ്വീകരിക്കാതിരിക്കുന്നത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും തകരാറുണ്ടായിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കണം. റോസ ലക്സംബർഗ് മുതൽ നമ്മൾ കണ്ടെടുത്താൽ, ചരിത്രം എടുത്താൽ, ഈ ക്രിറ്റിസിസം ട്രോട്സ്കി ആയാലും ഈ ക്രിറ്റിസിസം ഉയർത്തിയവരെയൊക്കെ അനിഹിലേറ്റ് ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. നേരെ മറിച്ച് യൂറോപ്പിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിൽക്കുന്നതിൻ്റെ കാര്യം, വെസ്റ്റ് യൂറോപ്പിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ. എന്താ കാര്യം?
അവരാ ഇന്റേണൽ ക്രിറ്റിസിസം അവരത് സ്വീകരിച്ചു. ഒരു പക്ഷേ ഭരണകക്ഷിയാവാൻ പറ്റില്ല, പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിലേക്ക് അവർക്ക് നിൽക്കാൻ പറ്റും. പാർട്ടി കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റും. കേരളത്തിലും ഇന്ത്യയിലോ നിൽക്കാൻ പറ്റില്ല. കാരണം ഈ ക്രിറ്റിസിസം നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വേഷം പറഞ്ഞൊരു കാര്യം ശരിയാണ്. ക്രിട്ടിക്കൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിനകത്ത് നിൽക്കാൻ ഒരു സാധ്യതയും ഇല്ല. അല്ല, അത് സംഘടനാ സംവിധാനത്തിനകത്ത് വേണ്ടില്ല. പക്ഷേ ഇപ്പൊ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ എനിക്ക് എന്നെ ഞെട്ടിച്ചൊരു കാര്യം, അർബൻ നക്സലുകളാണ് എന്ന് കേരളയിൽ സമരക്കാരെ കുറിച്ച് പറയുകയാണ് ഒരു CPM കാരൻ. ഈ അർബൻ നക്സൽ പ്രയോഗം എവിടെ നിന്ന് കിട്ടിയതാ? ആരാ അർബൻ നക്സൽ എന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നമുക്കറിയാലോ. മോദി അമിത്ഷായുടെ പ്രയോഗമാണ് അർബൻ നക്സൽ. അമിത്ഷായുടെ പ്രയോഗമാണ് അർബൻ നക്സൽ. വൃന്ദ കാരാട്ടിനെ ഒരു അർബൻ നക്സൽ എന്ന് വിളിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സമരം ചെയ്യുന്നവളെ ആശാ സമരക്കാരെയോ കേരളീയ സമരക്കാരെയോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നതേ, ഈ നമ്മളുടെ ഇപ്പോ ഇങ്ങനെ വിമർശിക്കാൻ വരുന്ന CPM നേതാക്കളെ അവര് കൃത്യമായിട്ട് മാർക്സിസം പഠിക്കുകയോ അതിന്റെ പ്രത്യയശാസ്ത്ര സാധ്യതകൾ അന്വേഷിക്കുന്നവരല്ല. അതാണ് പ്രശ്നം. അതൊരു വലിയ പ്രശ്നമല്ലേ ശരിക്കും പറയാൻ? അല്ല, മാർക്സിസം ഒന്നും അവർ പഠിക്കാൻ സാധ്യതയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മാർക്സിസം ഒക്കെ പഠിച്ചിട്ട് അത് ഒരിക്കൽ ഗോവിന്ദ മാഷ് എന്നെ അറിയാതെ വായന്ന് വന്നു പോയല്ലോ. വൈരുദ്ധ്യാത്മകവാദമൊന്നും ഇനി പ്രസക്തമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അല്ലാതെ ഞാൻ പറയുന്നത് പിന്നെ എന്താ പഠിക്കുക? ഇപ്പോൾ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം വെച്ച് തുടങ്ങാതെ നിങ്ങൾ എന്ത് മാർക്സിസത്തെ കുറിച്ച് സംസാരിക്കണേ? ഏതാ സംസാരിക്കണേ? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസവും അല്ലാതെ ഇനി നിങ്ങൾ അത് പ്രസക്തമല്ല. അത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ആളുകളുടെ മേൽ വെക്കുന്നത് അല്ലാതെ അതൊരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് അല്ലേ. ചരിത്രത്തെ നമ്മളൊരു വിലയിരുത്തുന്ന ഒരു ടൂളല്ലേ അത്, അല്ലാണ്ട് ഒരു അധികാരത്തിൻ്റെ ടൂളല്ല അത്. മാർക്സിസം ഒരിക്കലും അധികാരത്തിലേക്കുള്ള ടൂളല്ല. അത് ചരിത്രത്തെയും സമ്പദ്ഘടനയെയും സമൂഹത്തെയും വിലയിരുത്തുന്നതിന് ഒരു ടൂളായിട്ടാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ടൂൾ വെച്ച് നിങ്ങൾ ഇന്നത്തെ സാഹചര്യത്തെ വിലയിരുത്തുന്നു, അതിനനുസരിച്ച് പരിപാടികൾ സ്വീകരിക്കുന്നു. പക്ഷെ അപ്പം നിങ്ങൾക്ക് പക്ഷപാതിത്വമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, പാവങ്ങൾ എന്ന വാക്ക് നിഘണ്ടുവിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അത് അങ്ങനെ വന്നാൽ സോഷ്യലിസം അല്ലേ? സോഷ്യലിസത്തിൽ പോലും പാവങ്ങളുണ്ട്. കമ്മ്യൂണിസം പാവങ്ങൾ അല്ലേ? അല്ല, ഇത് ഈ അതിദാരിദ്ര്യം, പാവങ്ങൾ എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എന്തിനാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അല്ല, അത് മാർക്സിസം അല്ല, അത് ആന്റി മാർക്സിസ്റ്റ് ആണ്. അത് ഞാൻ പറഞ്ഞത് നമ്മളൊരു സോഷ്യൽ റിയാലിറ്റി അല്ലേ അഭിസംബോധന. ഇപ്പൊ ഗരീബി ഘടാവോ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞില്ലേ അതുപോലെ തന്നെയല്ലേ ഇത്. പാവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാണ്. പ്രത്യയശാസ്ത്രപരമായി മാർക്സിസവുമായി ഇവർക്ക് പുലബന്ധം പോലും ഇല്ല. ആ കാര്യം ഉറപ്പായി. അതുകൊണ്ട് തന്നെ ക്രിറ്റിസിസവും സെൽഫ് ക്രിറ്റിസിസവും അല്ലെങ്കിൽ സിന്തസിസ്, ആ സംഗതി ഉണ്ടല്ലോ നമ്മൾ പറയുന്നത് ആന്റിതീസിസ് എന്ന് പറയുന്ന സാധനം, തീസിസ് ആന്റിതീസിസ് സിന്തസിസ് എന്ന് പറയുന്നത്, ആ സാധനത്തിലേക്കൊന്നും പോകാനുള്ള ശേഷിയൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ കിട്ടിയ സന്തോഷം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലത് എന്ന് വിചാരിക്കുന്നവരായി മാറിയിരിക്കുന്നു. അത് അധികാരവുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ്.